ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖം തന്നെ കേട്ടോ. ഇന്ന് രണ്ട് തരം വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ടുള്ള രണ്ട് തരം വിഭവങ്ങളാണ് ഇന്ന് ഉച്ചക്കലത്തെ ലഞ്ചിന് ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റിയാണ്. ഈ സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ല രുചികരമായ രണ്ട് തരം വിഭവങ്ങളാണ്. ഒന്നൊരു രസമാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടത് രസമാണ്. പിന്നെ ഒരു മുതിര കൊണ്ട് തോരനും, മുതിര വേവിച്ച തോരനും. അപ്പോൾ മുതിര തോരനും രസമായിരുന്നു ഇന്നത്തെ ഉച്ചയ്ക്ക് ലഞ്ചിനുണ്ടാക്കിയ രണ്ട് തരം വിഭവങ്ങൾ. അപ്പോൾ ഈ രണ്ട് വിഭവങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ, പ്ലീസ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ രസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈ സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയതല്ലേ, പറ്റിയതാണല്ലോ രസം. അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ. പച്ചമല്ലി ഉണ്ടായില്ല, അതിന് പകരം മല്ലിപ്പൊടി, ഒരു കഷ്ണം ഇഞ്ചി, ചുക്കുണ്ടായില്ല, ചുക്കിന് പകരം ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, ജീരകം, കായം, ഇതെല്ലാം ഞാൻ തയ്യാറാക്കി ഒന്ന് പൊടിച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം ഒരു മൺചട്ടിയിൽ നല്ല പഴുത്ത തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു. അതിലേക്ക് 3-4 പച്ചമുളക് ഇട്ട് കൊടുത്തു. 3-4 കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ സാമ്പാർ പുളി ഉണ്ടല്ലോ, നമ്മൾ സാധാരണ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന സാമ്പാർ പുളി, അതൊരു നെല്ലിക്ക വലുപ്പത്തിൽ നല്ലപോലെ വെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. അതിനുശേഷം അതിൽ പോരാൻ തോന്നി കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തു. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. നല്ലപോലെ തിളച്ചു കേട്ടോ. നമ്മൾ രസമല്ലേ വെക്കുന്നത്, അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ചു. എല്ലാം നല്ലപോലെ തിളച്ചു. നല്ലപോലെ തിളച്ച് നമുക്ക് പാകാവണം. അതിലേക്ക് കുറച്ച് മുതിര വേവിച്ച വെള്ളം, ഞാൻ മുതിര തോരൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പം മുതിര വേവിച്ച വെള്ളം കൂടി, അത് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആ മുതിര വേവിച്ച വെള്ളം കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. മുതിര നല്ലതല്ലേ, അപ്പോൾ ആ വെള്ളം കളയേണ്ട ആവശ്യമില്ല. മുതിര വേവിച്ച് ഊറ്റിയെടുത്ത് ഞാൻ തോരനുണ്ടാക്കി അതിൻ്റെ വെള്ളം ഞാൻ രസത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം കുറച്ച് ഒരു വാളം 2 ടീസ്പൂണ് തോരപ്പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുത്ത് ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ. അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന മസാലക്കൂട്ടുണ്ടല്ലോ, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കായം, മല്ലി, ജീരകം, ഇതെല്ലാം കൂടി നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആദ്യമേ തന്നെ. അപ്പോൾ ആ ചതച്ച് നല്ലോണം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. നല്ലപോലെ തിളപ്പിച്ചെടുത്തു കേട്ടോ. എല്ലാം നല്ലപോലെ തിളച്ച് പാകമായി വന്നപ്പോൾ അത് കടുകും മുളകും കരിവേപ്പിലയൊക്കെ ചേർത്ത് വറുത്ത് അതിലേക്ക് ഒരു കഷ്ണം ശർക്കരയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പുളി, മധുരം, എരിവും എല്ലാം ബാലൻസ് ചെയ്യാനായിട്ടാണ് ഒരു കഷ്ണം ശർക്കര ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുത്തു. നല്ലൊരു ടേസ്റ്റിയായ ആ രസം തന്നെയായിരുന്നു കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു തോരനും ഒരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഊണ് കഴിക്കാം. അതിനുശേഷം ഞാനത് കടുകും മുളകും കരിവേപ്പിലയും കൂടി വറുത്തിട്ടു കേട്ടോ. ആ വീഡിയോ മിസ്സായി. കടുകും മുളകും കരിവേപ്പിലയും വറുത്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രസം റെഡിയായി കേട്ടോ. വറുത്തിട്ട വീഡിയോ മിസ്സായിപ്പോയി. അതിനുശേഷം മുതിര വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തോരനുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഒരു സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, സവോളയും കൂടിയും ചേർത്ത് കൊടുത്തു. എല്ലാം നല്ലപോലെ ഒന്ന് കടുകും ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും എല്ലാം ജസ്റ്റ് പതുക്കെ ഒന്ന് വഴറ്റിയെടുക്കണ്ട കേട്ടോ. തോരനും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണമല്ലോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുതിരയ്ക്ക് ഞാൻ ഉപ്പ് ഇട്ടുണ്ടായിരുന്നു, അപ്പോൾ ഈ സവോളയ്ക്കും മറ്റു മസാലയിലൊക്കെ വേണ്ട ആവശ്യത്തിന് വേണ്ട ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. മുതിരയ്ക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ച് വെച്ചത്. അപ്പോൾ സവോളയിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. അതിനുശേഷം അതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരകി അതിലേക്ക് 4 പച്ചമുളകും 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങയും ജീരകം പച്ചമുളകും കൂടി ചേർത്തത് ഇട്ട് കൊടുത്ത് നല്ലപോലെ വീണ്ടും ഒന്ന്
യോജിപ്പിച്ചു കേട്ടോ. സവോളയിൽ കിടന്ന് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു. പച്ചമണം പോകാൻ വേണ്ടിയിട്ടാണ്, തേങ്ങയുടെ മണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് തേങ്ങയും പച്ചമുളകും ജീരകം കൂടി ചേർത്തത് നല്ലപോലെ ഇളക്കി ഒന്ന് വേവിച്ചെടുക്കുന്നത്. നല്ലൊരു തോരൻ തന്നെയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മൾ മുതിരയൊക്കെ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. മുതിര വളരെ നല്ലൊരു വിഭവം തന്നെയാണ്. ധാരാളം വിറ്റാമിൻ ഉള്ളതല്ലേ മുതിര, കാൽസ്യമൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതല്ലേ. വേവിച്ച് വെച്ച മുതിരയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. മഞ്ഞൾപ്പൊടിയും ഉപ്പൂട്ട് വേവിച്ച് വെച്ചിരുന്നതാണ്. വേവിച്ച മുതിരയും കൂടിയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു. എല്ലാം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ. ആ മുതിരയും മസാലയും തേങ്ങയും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിച്ച് കിട്ടണം. അപ്പോൾ രസം കൂട്ടി തോരനൊക്കെ കൂട്ടി ഊണ് കഴിക്കാൻ നല്ലൊരു രുചി തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ സമയത്ത് ഈ മഴക്കാലത്ത് മുതിരയും രസമൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. രസത്തിനായാലും കുരുമുളകും ചുക്കും ജീരകമൊക്കെ ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് മാറാനും ഒക്കെ വളരെ നല്ലതാണ്. മുതിര ആയാലും വളരെ നല്ലതാണല്ലോ ശരീരത്തിന്. ധാരാളം കാൽസ്യമൊക്കെ അടങ്ങിയിട്ടുണ്ടല്ലോ മുതിരയിൽ. ഒരുപാട് വിറ്റാമിൻ ഉള്ളതാണ് മുതിരയിൽ. നമ്മുടെ എല്ലുകളുടെ പല്ലുകളുടെ വളർച്ചയ്ക്കൊക്കെ വളരെ ഉത്തമമാണ് ഈ മുതിര കഴിക്കുന്നത്. ഇപ്പം മുതിരത്തോരനും രസം ആണ് ഇന്നത്തെ ലഞ്ചായിരുന്നു. നല്ലപോലെ ഇളക്കി നമുക്ക് നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം. മുതിരയും മസാലകളും തേങ്ങയും രസത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ മുതിരത്തോരൻ. നല്ല ടേസ്റ്റി ആയിരുന്നു ഊണ് കഴിക്കാനായിട്ട്. ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടി പിടിക്കാണ്ട് ഇളക്കി നല്ലപോലെ ഒന്ന് വലിച്ചെടുക്കണം. ആ മുതിരയൊക്കെ ഒന്ന് വലിച്ചെടുക്കണം. മസാലയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വലിച്ച് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി അതൊന്ന് വലിച്ചെടുക്കണം. ചീഞ്ചട്ടിയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വലിഞ്ഞ് കിട്ടണം. ചട്ടുകത്തുമ്പോൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വേറൊരു ടീസ്പൂൺ എടുത്തിട്ട് ഒന്ന് അതിൽ നിന്ന് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ രസവും മുതിര കൊണ്ട് ഉണ്ടാക്കിയ തോരനും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. രസത്തിൻ്റെ കൂടെ ഇങ്ങനെ ഒരു മുതിരത്തോരൻ ഉണ്ടാക്കി കഴിക്കാനായിട്ട് വളരെ രുചിയാണ്. ഊണിന് നല്ല രുചിയാണ്. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ രുചികരമായതാണ് ഈ 2 തരം വിഭവങ്ങളും. അപ്പോൾ അങ്ങനെ തോരൻ റെഡിയായി കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.